ഹായ് ഓൾ, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും എൻ്റെ ഫാമിലിയും ഇവിടെ സേഫ് ആയിട്ടിരിക്കുന്നു, അൽഹംദുലില്ലാ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഒരുപാട് ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളൊരു വിഭവമാണ്, അതായത് കപ്പ മുളകിട്ട് വെച്ചത്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് എൻ്റെ വീട്ടിൽ വിളവെടുത്ത കപ്പ ഉപയോഗിച്ചിട്ടാണ്. ഒരു വർഷത്തിൽ ഒരു 5-6 തവണ നമുക്ക് കഴിക്കാനുള്ള കപ്പ ഞങ്ങൾ തയ്യാറാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് കിട്ടിയിരിക്കുന്നത് ഈ കാണിച്ചിരിക്കുന്ന കപ്പയാണ്. അപ്പോൾ നമുക്ക് കപ്പ മുളകിട്ട് വെക്കുന്ന റെസിപ്പി എങ്ങനെയെന്ന് നോക്കാം. കപ്പ നല്ലപോലെ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് വേവിനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക. കൂടെ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ചെറിയ തീയിൽ നമുക്ക് വേവിക്കാൻ വെക്കാം. മീൻ മുളകിടുന്നതിന് വേണ്ടി ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കണമ്പാണ്. നമുക്ക് ഇഷ്ടമുള്ള മീൻ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ചാളയോ അതുപോലെ അയിലയോ ചെമ്മീനോ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. ഞാനിവിടെ 4 കണമ്പ് വലുതും ഒരു ചെറിയ കഷ്ണവുമാണ് എടുത്തിരിക്കുന്നത്. അത് മാരിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിനാവശ്യത്തിന് മുളക് പൊടി, അതുപോലെ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. വെള്ളം വേവിനാവശ്യത്തിന് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്ത് വേവിക്കാൻ വെക്കാം. മീൻ വേവാനെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇവിടെ കപ്പ വെന്ത് കിട്ടിയിട്ടുണ്ട്. അധികം ഉടയാതെ വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. മസാലയിലോട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് തേങ്ങ, ചുവന്നുള്ളി 8 അല്ലി, 2 അല്ലി വെളുത്തുള്ളി, 1.5 ടീസ്പൂൺ നല്ല ജീരകം. അത് നല്ലപോലെ മിക്സിയിൽ നമുക്ക് ഒരുമിച്ച് അടിച്ചെടുക്കാം. ഈ കൺസിസ്റ്റൻസിയിലായിരിക്കണം അടിച്ചെടുക്കേണ്ടത്. ഇതേ സമയം കൊണ്ട് കപ്പയും മീനും ഒരുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്, പാകത്തിന് വേവായിട്ടുണ്ട്. നമുക്ക് വെള്ളം ഊറ്റി കപ്പ നമുക്ക് വാങ്ങിച്ചു വെക്കാം. അതിലോട്ട് മീൻ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നല്ലപോലെ കൂട്ടി യോജിപ്പിച്ചെടുത്ത കപ്പയുടെയും മീനിൻ്റെയും കൂട്ടിലോട്ട് നമ്മൾ അടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഗ്രേവി കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഒരു 10 മിനിറ്റ് നമുക്ക് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുപോലെ യോജിച്ച് ചേർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവമാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. ടേക്ക് കെയർ.